ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമായ പാൽ കടച്ചക്കയാണ്. ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലതാണിത്. ഇത് നന്നായിട്ട് വിളഞ്ഞ കടച്ചക്ക വേണം ഇതിന് ഉപയോഗിക്കാൻ. നമുക്കിനി ഇതൊന്ന് തൊണ്ട് ചെത്തി മുറിച്ചെടുത്തുകൊണ്ട് വരാം. കടച്ചക്ക ഇവിടെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനാണ് എടുക്കേണ്ടത്. നീളത്തിൽ അരിഞ്ഞിട്ട് നടുക്കത്തെ കൂഞ്ഞിലെല്ലാം മാറ്റി ഈ ഒരു കനത്തിൽ എടുക്കണം. ഇനി നമുക്ക് ഇത് വേവിക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കണം. അതിനായി 1 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നടിച്ചെടുക്കണം. മിക്സിയിൽ അരഞ്ഞു പോകരുത്, ഒന്നടിച്ചെടുത്താൽ മതി. തേങ്ങാപ്പാൽ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ കടച്ചക്ക പാത്രത്തിൽ അടുക്കി വെച്ചതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും പീരയും എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കടച്ചക്കയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് വെള്ളം. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കടച്ചക്ക വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കണം. മൂടി വെക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കാം. ഇനി ഇത് മീഡിയത്തിലേക്ക് മാറ്റാം. ഇത് പകുതി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് തിരിച്ചിടാം. തീ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. വെള്ളം കുറച്ചേ ഉള്ളൂ, കടച്ചക്ക കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടാൽ മതി. നമ്മുടെ പാൽ കടച്ചക്ക ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് അകത്തെ പിടിച്ചാണ് ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാൽ കടച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.